ഇതിലും വെള്ളമില്ലേ? ഓ ഇതെന്റെ നട്ടുപൊട്ടി. അപ്പൊ എന്താടി പൈപ്പിലെ വെള്ളമില്ലേ? അപ്പൊ പൈപ്പിലെ വെള്ളമുള്ള സമയത്ത് ആ ടാങ്കാണ് നടത്തുന്നത് ഈ ബുദ്ധിമുട്ടുണ്ടോ? ഇനിയിപ്പോ എന്തിനാ കോരണ? ആ മോട്ടറാണ് ഓൺ ചെയ്താ പോരെ? കറണ്ട് ഇല്ല അമ്മാവാ. ആ കറണ്ടും ഇല്ലേ? നന്നായി, ഇങ്ങനെ ഒരു അവസരം വരണം. അങ്ങനെങ്കിലും തടിയൊന്നും ഇളകട്ടെ, അങ്ങോട്ട് കോരങ്ങോട്ട്. അമ്മാവനും ഇടക്ക് തടിയൊക്കെ ഒന്ന് ഇളക്കാം. ആയ കാലത്തെ ഒരുപാട് തടി ഇളക്കിയതാ. പെട്ടെന്നാണ് നടുവിനന്ന് വേദന വന്നപ്പോ കനകം കൊണ്ട് ചെക്ക് ചെയ്തപ്പോ നോ ഡിസ്ക് എഴുതി കാണിച്ച്. പിന്നെ എങ്ങനെ പണിയെടുക്കുക? അമ്മാവാ അത് ഏട്ടനൊരു തമാശ പറഞ്ഞതാ. പിന്നെ എനിക്കിപ്പോഴും വേദന ഉണ്ട്. ഇതാരെ കിണറ്റിക്കൊണ്ട് പത്രം ഇട്ടത്? കനക ഇതിപ്പോ എങ്ങനെ കിണറ്റിൽ വന്നത്? കിണറ്റിൽ പത്രം മൊത്തം നനഞ്ഞു പോയി. നനഞ്ഞു പോയിട്ടാ. മരുഭൂമിയിലല്ലോ കിണറ്റിലല്ലേ വേണം. അപ്പൊ തന്നെ ഈ പത്രം കിണറ്റി വീണ് കഴിഞ്ഞാൽ ഇനിയിപ്പോ ഇത് എന്ത് ചെയ്യും? അയ്യോ നിറയെ വെള്ളം കിടക്കുന്നത് ഇറക്കണമല്ലോ. വേറൊരു പത്രം എന്താ കിടക്കുന്നൊരു പത്രം കണ്ടല്ലേ? മറ്റേ പത്രം എങ്ങനെ രണ്ട് പത്രം കിണറ്റിൽ ഒരുമിച്ച് വന്ന്? ഇത് കണ്ടിട്ടുണ്ടല്ലോ, ആരെ മനഃപൂർവ്വം ചെയ്യണ പോലെ ഉണ്ട് കേട്ടാ. പക്ഷെ ഏവൻ ചെയ്താലും പിടിച്ച് രണ്ടെണ്ണം ഞാൻ പൊട്ടിക്ക് എന്റെ കണ്ണി കാണണമെങ്കിൽ എടാ ദേവളായിട്ട് കുറച്ച് ദിവസമായി. കൊണ്ടാലും ദേഹം ഇളകും. കൊണ്ടാലും ദേഹം ഇളകും. ഇന്ന് അങ്ങനെ സംസാരിക്കണം? പിന്നെ എങ്ങനെ സംസാരിക്കണേ? നീ പറഞ്ഞ എനിക്ക് മനസ്സിലായി. നീ പറ, നീ അതായിട്ട് കുറയ്ക്കണ്ട. ഞാനാണ് ഈ പത്രം എടുത്ത് കിണറ്റ് ചെയ്യുന്നത് അല്ലേ? അതല്ലേ നീ പറയാൻ ഉദ്ദേശം? നീയാണ് പത്രം എടുത്ത് കിണറ്റ് ഇത്തല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഓഹോ, അപ്പൊ നീ അങ്ങ് ഉറപ്പിച്ച് ഞാനാണിത് ചെയ്തതെന്ന്. ആവശ്യമില്ല സംസാരിക്കരുത് കനക. എന്താ ആവശ്യമില്ലടാ? എന്തെന്ന് പത്രം ഈറ്റെടുത്ത് കിണറ്റിലിടുന്നത്? എന്നോട് പറഞ്ഞു മനസ്സിലാക്കുക കാര്യങ്ങൾ കേട്ടാ. അതിപ്പോ അവൻ പറഞ്ഞാല് വലിയ തെറ്റൊന്നുമില്ല. അങ്ങനെ ഒരു കുരുത്തക്കേട് നീ അല്ലാണ്ട് വേറെ ആരും കാണിക്കില്ല. നീ അവനത് പറഞ്ഞു മനസ്സിലാക്കുക കേട്ടാ. ചേട്ടാ പത്രം എടുത്ത് കളയണമെങ്കിൽ എത്ര സ്ഥലമുണ്ട്? ഈ കുടിക്കണ വെള്ളത്തിൽ തന്നെ കൊണ്ടിടണം. നീയായിട്ട് കുറയ്ക്കണ പറയടി. നീ കൂടെ എന്നെ പറയടി. പറയ് കനക, കാര്യമൊക്കെ ശരി തന്നെ. ഈ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ക്ലീറ്റോനെ കുറ്റപ്പെടുത്തുന്ന കാര്യമില്ല. ക്ലീറ്റോ അതിനെ പത്രം എടുത്ത് കിണറ്റിലോട്ടിരുന്നത്. അത് വല്ല പറന്ന് വീണായിരിക്കും. അതൊന്നല്ല, രണ്ട് പത്രം 2 ദിവസമായിട്ട് ഇങ്ങനെ വന്നു വീഴും. അമ്മാവനിപ്പോ എന്താ വേണ്ടത്? ക്ലീറ്റോനെ കുറെ കുറ്റപ്പെടുത്തണം, അത്രയല്ലേ ഉള്ളൂ. അതൊരു പാവ മനുഷ്യനായതുകൊണ്ട് എല്ലാവർക്കും കൂടി അതിന്റെ മേളിൽ കുതിര കയറണം. കുറ്റപ്പെടുത്തല്ലേ? പിന്നെ എന്ത് തോന്നിയാസം കാണിച്ച്? തോന്നിയാസം കാണിച്ചാൽ കണക്കായിപ്പോയി. ഞങ്ങൾ തന്നെ കൊണ്ടുവന്നിട്ട് ഒരു സാധുവിനോട് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒന്നും രണ്ടൊക്കെ പറയുന്നല്ലാണ്ട് എമ്മാര് വൃത്തികേട് ആരെങ്കിലും കാണിക്കും. ഏട്ടാ ഏട്ടാ എഴുന്നേക്ക്. വാ എഴുന്നേക്ക്, ചായ കുടിക്കും. 6:15. 6:15 കണ്ടായിരുന്നു. എഴുന്നേക്ക്. ഒരു കാര്യമുണ്ട്. എനിക്ക് ആ പത്രക്കാരനൊന്നും അണ്ണ 2 അറിഞ്ഞിട്ട് ഞാൻ ചായവിനെ കുടിച്ചോളാം. രാവിലെ എന്നെ വഴക്കടിക്കാൻ പോവാണോ? ഇവിടുത്തെ പത്രം കിട്ടിയില്ലേ? പത്രം കിട്ടായിരുന്നു. കിണറ്റിനകത്ത് ഇട്ടത്. കിണറ്റിനകത്താണോ? അയ്യോ, ഞാൻ ഇട്ടായിരുന്നു പത്രം. കിണറ്റിന് ഇറങ്ങി വായിക്കാൻ പറ്റില്ല നമുക്ക്. പത്രം ഇവിടെ ഇടണ്ട തന്നെയാ. ഇങ്ങനെ എല്ലാ ദിവസവും പത്രം കിണറ്റിലേക്ക് എറിഞ്ഞാലേ അടുത്ത മാസം പൈസ മേടിക്കാൻ വരുമ്പോ കിണറ്റിനകത്ത് ഇറങ്ങി പൈസ എടുക്കേണ്ടി വരും. ക്ലാസ്സിന് പോകുന്നതുകൊണ്ടാണ് ഞാൻ പത്രം അങ്ങനെ ഇട്ടിട്ട് പോയത്.
പത്രം ഇല്ലേ ഇപ്പൊ ഇന്ന്? ഓ ഇന്ന് പത്രമുണ്ട്. ഇപ്പൊ ഇതിന്റെ പൈസ പൈസ കുഴപ്പമില്ല, ഞാൻ കൊടുത്തോളാം. അച്ഛൻ്റെ അടുത്തൊന്നും പറയണ്ട. അച്ഛനടുത്ത് പറയല്ലേ, ഇതിന്റെ പൈസ ഞാൻ തന്നോളാം. ഓ ശരി, താങ്ക്സ് ചേട്ടാ. അതെ, അവനെ കൊണ്ട് അത് ചെയ്യിച്ചത് ഞാനാണെന്ന് കൂടെ നീ അങ്ങ് പറയടേ. ഞാൻ പറഞ്ഞില്ലല്ലോ. എന്താ പൊന്നോ, Alien versus Alien.